വളരെ വേഗത്തിൽ തുടർന്നുള്ള സമയങ്ങൾ നിമിത്തം ചിന്താഗയുടെ ചിന്തയിൽ നമ്മളായിരിക്കാനുള്ള ദിവസങ്ങളിൽ ശരണപ്പെടുകയാണ്. നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 to 19. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യം ഞാനത് വായിക്കാം. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. For this reason, and because I've heard of your faith in the Lord Jesus Christ's love towards all the saints, I do not cease to give thanks for you, remembering you in my prayers, that the God of our Lord Jesus Christ, the Father of glory, may give you a spirit of wisdom and revelation in the knowledge of him, having the eyes of your hearts enlightened, that you may know what is the hope to which he has called you, which are the riches of his glorious inheritance in the saints. And what is immeasurably greatness of his power toward us who believe, according to the working of his great might, that he worked in Christ when he raised him from the dead and seated him at the right hand in the heavenly places, far above all rule, all authority and power and dominion, and above every name that is named, not only in this age, but also in the one to come. Amen. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. Epistle of Ephesians is actually one of the prison epistles when Paul was spending time in prison. 4 ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലെമോനും ഫിലിപ്പ് ലേഖനമെല്ലാം കാരാഗൃഹ ലേഖനം എന്ന് അറിയപ്പെടുന്നു. There are 4 epistles that are known actually as prison epistles. എഫേസ്യ ലേഖനത്തിലെ 6 അധ്യായങ്ങൾ, ആദ്യത്തെ 3 അധ്യായങ്ങൾ വിശ്വാസികൾക്ക് ലഭ്യമായ സമ്പത്തിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുക. The first 3 chapters actually talked over the riches that has been given to the children of God. ആ സമ്പത്ത് കർത്താവായ യേശുക്രിസ്തു എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. Bible tells us that riches is the treasure is Jesus Christ. 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ അത് ആ സമ്പത്തിൽ അടിസ്ഥാനപ്പെട്ട് നമുക്ക് എങ്ങനെ, അതായത് ക്രിസ്തു എന്ന ഈ സമ്പത്തിൽ അടിസ്ഥാനപ്പെട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നു. Chapters 4 through 6 actually speaks about, resting or relying on this treasure or the riches, how you and I can lead our lives. 1-ാം അധ്യായത്തിന് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ സമ്പത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസിന്റെ വാചകങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൽ രചിക്കപ്പെട്ട ഈ ലേഖനം, ഈ വാക്യങ്ങൾ നമുക്ക് ചിലതൊക്കെ പറഞ്ഞു തരുന്നു. Chapter 1 of book of Ephesians 15 through 19, Paul is actually making an attempt to just explain to us, describe to us as to what is this treasure or this riches that God has given us. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയും അതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ചും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുക. Paul actually speaks about the immeasurable greatness of his power towards those who believe, and the possibilities, the endless possibilities also that comes along with it. ഇവിടെ പറയുന്ന 19-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. What is the immeasurable greatness of his power toward us who believe, according to the working of his great might. 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും എന്നൊരു പദം അവിടെ കിടക്കുന്നു. Verse 17 that God of our Lord Jesus Christ may give you spirit of wisdom and revelation. അവസാനത്തെ 19-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു നിർത്തിയപ്പോൾ അവസാനം ഇവിടെ എഴുതിയിരിക്കുന്നത് അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Towards the end of verse number 19, that you might know him. He's talking about knowing him. അപ്പൊ എന്താണ് ദൈവം തരേണ്ടത്, എന്താണ് നാം അറിയേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. Paul wants us to know what is that God would like to give to us, what is that God wants us to know. വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം അറിയും.
He wants us to know the power that is working for us. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Ephesians chapter 3 and verse number 20 goes this way. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നത്. Now to him who is able to do far more abundantly than all that we ask or think, according to the power at work within us. വ്യാപരിക്കുന്ന ശക്തി എന്ന പദത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന എനർജിയോ ഡിനാമിസ് എന്നാണ്. You know, the word that talking about power at work within us, and the Greek it says energio dunamis. The unlimited power to be operative, അല്ലെങ്കിൽ the unlimited power to get work. അതായത് അതിരുകളില്ലാത്ത ശക്തി, പ്രവർത്തിക്കാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ഇത് ചലിക്കാത്ത ശക്തിയല്ല, ഇത് ചലിക്കുന്ന ശക്തിയാണ്. So this is not something stationary, power that is stationary, but this is power that is at work, power that is moving. ഇല്ലാത്തതിനെ വാക്കുകൊണ്ട് ഉളവാക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. The power of the Holy Spirit is something that can create out of nothing. ചലിക്കുന്നതിനെ ചലനമറ്റ് ആക്കി തീർക്കുന്നതല്ല ഈ ശക്തി, ചലിക്കാത്തതിനെ ചലനമുള്ളതാക്കി മാറ്റുന്നതാണ് ശക്തി. So this power is not something that makes something stop moving, but this is something that makes one that is stopped to make it moving. നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയെയും ഏത് പ്രതികൂലത്തെയും ചലിപ്പിക്കുവാൻ കരുത്തുറ്റ ശക്തി ഏതെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണെന്ന് ഇന്ന് ഈ സമയം തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. I want those of you at home, please to understand that the power that can actually move anything that is stopped or stalled or stationary, it is actually the power of the Holy Spirit or power of God that is available for the children of God. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ എങ്ങനെ അടുത്ത നിമിഷം തുറന്നിരിക്കുമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വ്യാപരിക്കുന്ന ശക്തിയാണ് നമുക്ക് വഴിയായി വാതിലായി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ തുറന്നു തന്നത്. In the walk of life, you might come across situations where you feel like you cannot take one more step. You feel like you are frozen. That's when the power of God come to play in our lives. മോശയ്ക്ക് ശേഷം യോശുവ ലീഡർഷിപ്പ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നതിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഇസ്രായേൽ ജനം കൂടെയുണ്ട്. എങ്ങനെ അക്കരെ നടക്കുമെന്ന് അറിയാതെ വളരെ വേദനപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന നിമിഷത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നേരിട്ട് വന്ന് യോശുവയോട് പറയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ. When Joshua was leading the people of Israel after the death of Moses, as they came to the bank of River Jordan, where the Jordan was overflowing, he had no idea. He was kind of frozen, did not know how to move forward. And God began to speak to Joshua. God says, do not be afraid, be of good courage. യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. യോശുവയുടെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, നീ പുരോഹിതന്മാരോട് പറയണം നിയമപെട്ടകം തോളത്ത് ചുമക്കുവാൻ. നിയമപെട്ടകം തോളത്ത് ചുമന്നുകൊണ്ട് വെള്ളത്തിന്റെ വക്കിൽ ചെന്ന് കാല് ചവിട്ടുമ്പോൾ, ഉള്ളംകാല് ചവിട്ടുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധി അത് രണ്ടായി മാറും. God is actually instructing Joshua that don't be afraid of the overflowing River Jordan. Just command the priest to carry the Ark of the Covenant. As they carry it to the river, as their feet touches the water, it'll stop and it'll make a way for you. മോശ ഉപയോഗിക്കുന്നത് ഒരു വടിയാണെങ്കിൽ യോശുവയുടെ മുമ്പിലേക്ക് ദൈവം വെച്ച് നീട്ടുന്നത് നിയമപെട്ടകമാണ്. So if Moses is using a staff in his hand to do the miracle, but God is now providing the ark for Joshua. ഇന്നലകളിൽ പ്രവർത്തിച്ച നിലയിലല്ല ദൈവം യോശുവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, മറിച്ച് ദൈവത്തിന് യോശുവയെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് തെളിയിക്കാൻ ദൈവത്തിന്റെ ആത്മാവിലെ പദ്ധതിയുണ്ട്. Amen. God is not going to be working the same way that you worked yesterday. God has a new ways of working. As far as Joshua is concerned, God has a plan and a purpose to work in the life of Joshua. ദൈവം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞാൽ അതിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സാധിക്കും. Once you realize how God is working, if you can yield yourself, if you can surrender to the plan of God, you would see God working in you, through you. എന്റെ അപ്പൻ അല്ലെങ്കിൽ എന്റെ വല്യപ്പനോട് വടിയിലാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ട് എനിക്ക് വടിയുണ്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ യോശുവ അത്ഭുതം കാണുകയില്ല. മറിച്ച് ദൈവ ശബ്ദത്തിന് കാതോർത്തിരുന്നാൽ യോശുവയ്ക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം.
If Joshua were to say that God worked in the life of Moses through a staff, and you say God worked through with my father or my grandfather, through a stick or through a staff, if you are just waiting, I also need to have a staff, then you may not see God working. Just leave yourself to God. ദൈവം പറഞ്ഞതനുസരിച്ച് യോശുവ പുരോഹിതന്മാരോട് ഇന്ന് തന്നെ ഇൻസ്ട്രക്ട് ചെയ്തു. നിയമപെട്ടകം തോളത്ത് ചുമന്നുകൊണ്ട് നാളെ രാവിലെ നമ്മുടെ നാട്ടിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ നിയമപെട്ടകം ചുമന്നുകൊണ്ട് വെള്ളത്തിന്റെ വക്കിൽ ചെന്ന് കാല് ചവിട്ടുക, അവിടെ നിങ്ങൾ അത്ഭുതം കാണും. So Joshua is actually instructing the servants of God, the priests, to carry the Ark of the Covenant. And he said, you're going to see a miracle tomorrow. Just obey what God asked you to do. ഈ വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന ശക്തി അത് നിറഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ നാവിലാണ്. അത് നമ്മൾ വിളിച്ചു പറയുവാൻ തുടങ്ങുമോ, നമ്മുടെ മുമ്പിൽ ഈ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും. The secret to the power that is going to be working for you is actually in the power of your word. And when you begin to use this, when you begin to confess it, when you claim it, you would see God begins to work for you. ദൈവത്തിന്റെ ആത്മാവ് സ്വപ്നങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, വെളിപ്പാടുകളിലൂടെ, ദൈവദാസന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ അത് നമ്മുടെ അകത്തൊതുക്കി വെക്കാതെ ദൈവാത്മാവ് പറയുന്നത് പോലെ അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നാം തയ്യാറാകുന്ന നിമിഷങ്ങളിൽ നമ്മളിലൂടെ അത്ഭുതങ്ങളുടെ കലവറകളെ തുറക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. God works through us. God speaks to us through his word, through his people, through visions and dreams. When God does speak to you, very important for you to submit to what God is saying, be obedient to do it, and you would see God doing great miracles through your life. മനസ്സ് തകർന്നിരിക്കുമ്പോൾ, മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വ്യാപരിക്കുന്ന ശക്തിയിൽ നമ്മളൊന്ന് വിശ്വസിക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മളൊന്ന് വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ രണ്ടാക്കി മാറ്റുവാൻ ഈ നിയമപ്പെട്ടതിന് ശക്തിയുണ്ട്. Amen. When you are sad, when you are discouraged, when you do not know, you're anxious, do not know what to do, I want you to remember that the Ark of the Covenant is powerful enough to part ways for you, or to part the obstacle that is in front of you. ഇവിടെ നോക്കുക, ദൈവം വ്യാപരിക്കുന്ന ശക്തി അത് പുറത്തു വരേണ്ടതിനായിട്ട്, ദൈവത്തിന്റെ ശക്തി അത് പുറത്തു വരുവാനായിട്ട് ദൈവം തന്റെ പവറിനെ ഡെലിഗേറ്റ് ചെയ്ത ആളുകളിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. So the power that is working, the working power, God is actually delegating people to bring the power of God outside. ദൈവത്തിന്റെ ശക്തി യോശുവയിലൂടെ പകരുന്നത് അത് പുരോഹിതന്മാരിലേക്ക് വ്യാപരിക്കും. അത് പുരോഹിതന്മാരിലൂടെ അത് അത്ഭുതമായി മാറുവാനായിട്ട് തുടങ്ങി. You see God working through the life of Joshua, and the power of God that is working in Joshua now is being transferred into the priests, and through the priests it has become a miracle for the people of Israel. ദൈവത്തിന്റെ ഭക്തന്മാരെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ, ദർശനങ്ങളും വെളിപ്പാടുകളും നൽകി കൊടുക്കുമ്പോൾ, ദൂതങ്ങൾ നൽകി കൊടുക്കുമ്പോൾ അവർ ഏറ്റെടുക്കുന്ന സഭയുണ്ടോ അവരുടെ അത്ഭുതങ്ങൾ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. When God speaks to us, whether it's through his word, through his servants, if a church receives it and obeys it, react to it, and then you would see God doing miraculous things in that church or individuals. കണ്ടിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് പോയില്ല. ഇതെന്താണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ചിന്തിച്ച് പൊറുപെടുക്കാനൊന്നും പോയില്ല. മറിച്ച് യോശുവ പറഞ്ഞ വാക്കിനെ മുറുകെ പിടിക്കുവാൻ അവർ തയ്യാറായപ്പോൾ അവർ ജീവിതത്തിൽ അത്ഭുതത്തിലേക്ക് വഴി നടന്നു വരികയാണ്. You see, the priests, they did not complain, they did not murmur, they did not say, oh, we have never seen anything like this. This is a new thing. So they didn't question, they didn't doubt, but they give themselves to obeying it, and they're ready to see the miracles. ഉള്ളങ്കാല വെള്ളത്തിൽ ചവിട്ടി, പുരോഹിതന്മാർ ഉള്ളങ്കാല വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ വെള്ളം ചിറ പോലെ വിരിഞ്ഞു നിന്നു എന്നതിനെ നമ്മൾ പഠിക്കും. Bible tells us when the souls of the priest, when it touched the river Jordan, it stood like a wall. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്താണോ വെല്ലുവിളിയായി നിൽക്കുന്നത്, എന്താണോ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്, ആ പ്രതിസന്ധിയെ, ആ വെല്ലുവിളിയെ നമ്മുടെ ജീവിതത്തിൽ ഒരു തണലാക്കി മാറ്റാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. So we just need to understand that whatever is challenging you, whatever is an obstacle for you, the power of God can move, and he can turn that situation that is standing opposed to us. He can actually come to aid us, come to give us shade actually. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആ പ്രതിസന്ധിയെയും പ്രതികൂലത്തെയും കണ്ട് പേടിക്കാതെ, അതിനെക്കുറിച്ച് വഴി പറയാതെ, മനസ്സിനകത്ത് തകർന്ന് തരിപ്പണമായി പോകാതെ
പറയണം, ആ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ എനിക്കൊരു തണലായി മാറുന്ന സമയം ദൈവം കൊണ്ടുവരും. So when you are experiencing hardships and difficulties and challenges, don't get discouraged, but declare with your mouth that God is going to turn this hardship, this obstacle in my life, He's going to change the situation, something to my advantage. കാരണം എന്താണ് അറിയാമോ? നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് പറയുന്നത്. Because it's the assurance that God who can do exceedingly and abundantly more than we even ask or imagine, that God is with me. That's a secret. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയണം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്. So tonight we must declare that there's a power that is moving for us, available for us, that will do great things. എത്ര പേര് ഓരോ ജീവിതങ്ങളെ നോക്കി, വ്യക്തികളെ നോക്കി, നമുക്ക് ഇന്ന് രാത്രികാലം നമ്മുടെ കുടുംബത്തെ നോക്കി, സഭയെ നോക്കി പറയാൻ കഴിയും, കർത്താവേ, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ഇന്നലകളിൽ വ്യാപരിച്ച ശക്തി അത് ഇന്നും നാളെയും ചലിക്കുവാൻ, വ്യാപരിക്കുവാൻ ശക്തിയുള്ളതാണെന്ന്. How many of us can really declare and just believe that the power that moved for me and for my people yesterday or in the yesterdays, that same power can move for me and do great things for me? Here Paul is actually rejoicing about the church. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരെ കുറിച്ചുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് അപ്പോസ്തലനായ പൗലോസ് സന്തോഷിക്കുക. Paul is rejoicing because he said, I've heard of your faith and your love towards all the saints. He said, I rejoice. എന്നിട്ട് പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And then he is actually saying a prayer for the church. പൗലോസ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ളതാണ് 17ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. Verse number 17 tells us what is the purpose of Paul's prayer. നിങ്ങളുടെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. 17 says that the God of the Lord Jesus Christ, the Father of glory, may give you the spirit of wisdom and revelation in knowledge of Him. അപ്പൊ 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വാക്യത്തിൽ നമ്മൾ കാണുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം, 2 വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കണം. So you would see Paul is actually praying that they should receive the spirit of wisdom, revelation and knowledge of Him. ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം. We should receive the spirit of knowledge. യെശയ്യാ പ്രവചനം 11ാം അധ്യായം അതിന്റെ 1ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Isaiah 11:1. യെശയ്യാ പ്രവചനം 11ാം അധ്യായം അതിന്റെ 1ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ യിശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവിടുത്തെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. Isaiah chapter 11 and verses 1 and 2 says, there shall come forth a shoot from the stump of Jesse, and a branch from his root shall bear fruit, and the spirit of the Lord shall rest upon him, the spirit of wisdom and understanding, spirit of counsel and might, the spirit of knowledge and the fear of the Lord. അപ്പൊ ഇവിടെ പറയുന്നത് യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. There we read that the spirit of God, the spirit of the Lord is actually a spirit of wisdom, spirit of understanding, spirit of counsel and might, spirit of knowledge and the fear of the Lord. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്, കർത്താവേ, അങ്ങനെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ. So tonight we should pray and desire, God, pour your spirit into my heart. നമ്മളുടെ ജ്ഞാനത്തിലോ നമ്മുടെ വിവേകത്തിലോ നമ്മൾ കൂന്നരുത്. കാരണം അത് നമ്മുടെ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കും. നമുക്ക് കഴിവുണ്ടെങ്കിലും മിടുക്കുണ്ടെങ്കിലും പ്രാപ്തിയുണ്ടെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറയണം, കർത്താവേ, അങ്ങയുടെ ആത്മാവിൽ എന്നെ വഴി നടത്തണമേ. Bible tells us that do not lean on your own understanding. Yes, you may have knowledge, education, all those things, but Bible tells us that let's humble ourselves in the presence of God and not to lean on your understanding or knowledge. കാരണം ഈ ആത്മാവിനകത്ത് ജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, ആലോചനയുണ്ട്, ബലമുണ്ട്, പരിജ്ഞാനമുണ്ട്, ഭക്തിയും നിലനിൽപ്പുണ്ട്. Because you would see this Holy Spirit is filled with wisdom and understanding, counsel and might and fear. നോക്കണമേ പ്രിയരെ, പലപ്പോഴും നമ്മൾക്ക് ജ്ഞാനം കൂടുമ്പോൾ
അറിവ് കൂടുമ്പോൾ, കഴിവ് കൂടുമ്പോൾ, ശക്തി കൂടുമ്പോൾ നമ്മൾ നമ്മളുടേതായ നിലകളിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച പല കാര്യങ്ങൾക്കും നമ്മൾ ഡിസിഷൻ എടുക്കാറുണ്ട്, തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. So sometimes when we grow in our wisdom, in our understanding, counsel and might and knowledge and all, we kind of rely on our own knowledge and make decisions based on what we possess. പക്ഷേ അത് പലപ്പോഴും നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. Often it lands us in failure. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നേരിടുന്ന പല വീഴ്ചകളുടെയും കാരണം നമ്മൾ സ്വയം ജ്ഞാനത്തിൽ അഭയം തേടുന്നത് കൊണ്ടാണ്. The reason why a lot of us actually fail or fall into the pit of failure is because we rest and we trust in our own wisdom. ഇന്ന് രാത്രി നമ്മൾ പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ആത്മാവിൽ വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. Tonight we should pray, God, help me to trust in your spirit. കാരണം അങ്ങയുടെ ആത്മാവിന്റെ സകല സത്യത്തിനും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. Because your spirit leads me into all truth. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ കാൽ വഴുതാതെ നമ്മളെ അക്കരെ കൊണ്ടെത്തിക്കുവാൻ ഇടയും We ശക്തനായ can trust in the Holy Spirit every moment of our life, and God is able to take you to the other shore. രണ്ട് കാര്യങ്ങൾ, ജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണം, രണ്ട് വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കണം. Paul is actually telling that the church should possess spirit of wisdom and the spirit of knowledge. മൂന്നാമത് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. Paul then says that your inner heart may be enlightened. ഹൃദയദൃഷ്ടി എന്തിനു വേണ്ടിയാണ് തുറക്കേണ്ടത്? For what purpose? That our inner mind should be open, inner eyes should be open. എഫെസ്യ ലേഖനം 1:18-19 വാക്യങ്ങളാണ് മൂന്ന് കാര്യങ്ങൾ പറയുന്നത്. And again, chapter 1 of Ephesians verses 18 and 19 again speaks about three different things. അവിടെ നിന്ന് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ പൗലോസ് ഉദ്ധരിക്കുന്നത് എടുത്തു പറയാനായിട്ട് ഞാൻ ഇവിടെ. I just wanted to emphasize what Paul is actually stressing here. Three things that he's stressing here in these two verses. മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒന്ന് പ്രിയമുള്ള ആവശ്യം അറിയാം. One is that you understand the hope of your calling. രണ്ട്, വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിന്റെ മഹിമാതരം. Number two, the riches of his glorious inheritance in the saints. മൂന്ന്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Thirdly, the immeasurable greatness of his power toward us who believe. What is the hope of his calling? ദൈവത്തിന്റെ വിളിയാനുള്ള ആശ എന്തെന്ന് നാം തിരിച്ചറിയണം. So we should recognize what is the hope of your calling. 1 പത്രോസ് 1:9 ഇങ്ങനെ പറയാം, നിങ്ങളോ അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. Paul says, you are a chosen generation, a royal priest, a holy nation. You've been called to proclaim the goodness of him who has called you from darkness into marvelous light. വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കുവാൻ ഉള്ള തെരഞ്ഞെടുപ്പാണ് നമുക്ക് ദൈവം നൽകി തന്നത്. You are chosen actually to declare the goodness of him who has called you. അതുകൊണ്ട് തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കാൻ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുകയും. Therefore, Peter says that make sure of your calling. യെശയ്യാപ്രവചനം 6-8 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, അഗ്നിയിതാ അഗ്നിയെ അയക്കണമേ എന്ന് പറയുന്നു. In the book of Isaiah, we hear the Lord is saying, whom shall I send? Who will go for us? Then you hear the reply, here am I, send me. പ്രിയരെ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി പോകുവാനാണ്. God has called us so that we may go for him. അവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കുവാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. We were chosen so that you declare the goodness of the Lord. ദൈവത്തിന്റെ ഭാഗത്ത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല. Bible says, woe to me if I don't preach the gospel. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ നിലകൊള്ളുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ നിലകൊള്ളുന്നവരാണെന്ന് നമ്മൾ അഭിമാനത്തോടെ നമ്മൾ പറയുന്നവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. You say, you declare that you stand for the Lord, you stand for the truth of the gospel, that you make sure that you share the truth of the gospel with other people. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളായിട്ടാണ് നമ്മളെ വിളിക്കാറുള്ളത്. Oftentimes we call ourselves, or we like the title called believers. വിശ്വാസി എന്നുള്ള പദം നമ്മൾ വചനം പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ കർത്താവ് ശിഷ്യന്മാരെയൊക്കെ വിളിക്കുമ്പോൾ ശിഷ്യന്മാർ എന്നുള്ള പദത്തിലൊക്കെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാർ, ശിഷ്യഗണങ്ങൾ, ശിഷ്യന്മാരുടെ കൂട്ടം, എന്നുള്ള പദങ്ങളിലാണ് ഒരിക്കലും സഭയിലെ ഒരു വിശ്വാസികളെ വിളിച്ചതായിട്ട് നമ്മൾ കാണുന്നത്.
You would see in the Bible, especially in the Gospels and also in the Acts of the Apostles, they were called believers or group of believers. So they were kind of talked about as disciples of Jesus. കർത്താവ് സഭയെ ചാർജ് ചെയ്ത് നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി സകല ലോകരെയും എന്റെ ശിഷ്യരാക്കുവിൻ എന്നുള്ളത്. Lord Jesus gave the final charge to the church: go into all the world, make disciples. Be a disciple and make a disciple. കർത്താവിന്റെ ശിഷ്യനായി മാറുക, കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. So our aim in life is that we should become disciples and we should be making other disciples. നാം നമ്മെ തന്നെ വിശ്വാസികളെ വിളിച്ചു വഞ്ചിക്കുന്നവരായി തീരാതെ മറിച്ച് ദൈവവും ദൈവത്തിന്റെ വചനവും നമ്മളെ പഠിപ്പിക്കുന്ന മർമ്മം എന്ന് പറയുന്നത് നാം ശിഷ്യന്മാരാണ്, നാം ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കേണ്ടവരാണ്. അതാണ് പുതിയ സഭ ചെയ്തു വന്നത്. So we should be simply deceiving ourselves by simply calling ourselves believers and not doing anything. But God expects his children, the New Testament church, to be involved in the ministry of sharing God's word and making the other person a believer, a disciple of Christ. വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയപ്പെട്ടവരുമാണ്. So we are a royal priesthood, a holy nation, chosen for the very purpose of declaring the goodness of him who has called us. വിളിച്ചവനെ കുറിച്ച് ഘോഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ കവലകളിൽ ഇതൊക്കെ നിന്ന് നമ്മൾ മൈക്കൊക്കെ വെച്ച് നമ്മളൊന്ന് വിളിച്ച് അലറി പറയുന്നത് പോലെ ആ ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് ഘോഷിക്കുക എന്നുള്ള പദമാണ്. അപ്പൊ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ചങ്കൂറ്റവും തന്റേടവും ഒരു വിശ്വാസത്തിനും ഉണ്ടായിരിക്കണം. It's like that you are in a public meeting, in a public place, that you are just raising your voice and talking, declaring. That's the same meaning that you get here. When you should not be ashamed to speak about the Lord. സുവിശേഷത്തെ കുറിച്ച് കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച് പറയാതെയും പ്രവർത്തിക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പെന്തക്കോസ്ത് ജീവിതം എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച ജീവിതം പോലെ ആയിരുന്നു. If you don't share the gospel that you have received, if you don't share your testimony how the Lord has saved you, if you don't do it, what happens? Your life becomes rusty. കാരണം ഒരു ആയുസ് മുഴുവൻ ശക്തി ദൈവം പകർന്നു തന്നിട്ട് ഇത് വ്യാപരിക്കുന്ന ശക്തിയാണെന്ന് പറഞ്ഞ് എനിക്കും എന്റെ കുടുംബത്തിന് എന്റെ തലമുറയ്ക്ക് മാത്രം വ്യാപരിക്കത്തക്ക നിലയുള്ള ഒരു ശക്തിയായിട്ട് എന്നെ ഒതുക്കാതെ മറിച്ച് എന്റെ വിളിയാനുള്ള ആശ എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും ഞാൻ ജീവിച്ചാൽ എന്റെ ജീവിതത്തെ അത്ഭുതമാക്കി മാറ്റാൻ ഒരു ജനത്തെ മുഴുവൻ നേടിയെടുക്കാനുള്ള ശക്തി എന്റെ അകത്ത് ദൈവം പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ട് ആ വിളിയും ഉറപ്പും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി ഓരോ നിമിഷവും ജീവിക്കുന്നവരായി മാറിയാൽ എന്നെയും എന്റെ തലമുറയെ മുന്നേറിപ്പാൻ ഈ ദൈവം ശക്തനായ ദൈവം. So the power that you have received is a power that is working for us, and you don't want it to be limited to ourselves and the lives of our children. We want to be a conduit. We want to be a channel through us. This power should flow into other places, other people, because it is a power that works and brings miracles. സങ്കീർത്തനം 47 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. Psalms 40 verses 7 and 8 we read this way. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, അവിടുത്തെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. Then I said, behold, I have come. In the scrolls of the book it is written of me, I delight to do your will, O my God. Your law is within my heart. നമ്മൾ അറിയണം, ആഴത്തിൽ നിന്നും ഉള്ളിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. From the above, from below, from the side, from inside, outside, the Holy Spirit is calling us. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമേ എന്ന് വിളിക്കുന്ന വിളിയാണ് യഥാർത്ഥ വിളി എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പല പെന്തക്കോസ്തുകാരും കാത്തിരിക്കുന്നത്. Lot of us, lot of believers, lot of Pentecostals are waiting to hear that auditory voice to come. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി നമ്മളെ വിളിച്ചിരിക്കുക. കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു തന്ന് ഈ രക്ഷയിലേക്ക് നമ്മളെ വിളിച്ചെങ്കിൽ ഈ വിളി നമ്മൾ ഉറപ്പാക്കണം. കാരണം വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഈ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. So dear children of God, do not be waiting for that voice of God to really call you again. You have been already called. You have been called to declare the goodness of him who has called you. ജോലിക്ക് പോയാലും ക്ലാസ്സിൽ പോയാലും ബിസിനസ് ചെയ്താലും
നടക്കാൻ പോയാലും ഏതൊക്കെ സാഹചര്യങ്ങളിൽ പോയാലും നമ്മളുടെ ജീവിതം ഒരു സുവിശേഷമായി മാറിയാൽ നമ്മുടെ ജീവിതത്തിലൂടെ അത്ഭുതം പ്രവർത്തിപ്പാൻ ഈ ദൈവം ശക്തനായ ദൈവം. Doesn't matter whether it's in your neighborhood, whether it's in a place of work and school or wherever it is, you and I are called to declare, share the testimony, share what ഇന്ന് the Lord രാത്രി has നമുക്ക് done. പറയാൻ കഴിയുന്ന കർത്താവേ, അങ്ങ് നമുക്ക് പറയാൻ ഇഷ്ടമാണ് കർത്താവ്, ഞാൻ ജാതിയിലാണ്, ഞാൻ ജാതികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ജാതിയ പുരോഹിത വർഗമാണ്, ഇതൊക്കെ പറയാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ വാക്കും കൂടെ പറഞ്ഞിട്ട് വേണം പറയാൻ, ഏതാ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ പോഷിക്കുന്നവനായ ഞാൻ ജാതികളിൽ നിന്ന് മാറ്റപ്പെട്ട് രാജകീയ പുരോഹിത വർഗമായി മാറി സ്വന്തം ജനമായി മാറിയവനാണ്. You know, we shouldn't be simply just declaring that you are a royal priesthood, holy nation, you are separated, called. Okay, that is not the most. The one thing is, you also need to understand what is written earlier, that you've been called to declare the goodness. നിങ്ങളോ അന്ധകാരത്തിൽ കിടന്നിരുന്ന നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതാ. പലരെയൊക്കെ നടപ്പ് ഇരിപ്പൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവർ പണ്ടേ വെളിച്ചത്തിലുള്ളവരായിരുന്നു, അവർ അന്ധകാരമേ ഇല്ലായിരുന്നു. Bible tells us that you've been called from the kingdom of darkness and brought to the kingdom of light. But some of us, the way we act and where we kind of present ourselves as if we were always in light and we had never been in darkness. പുറംപറമ്പിൽ കിടന്നിരുന്ന നമ്മളെ കാണുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഇന്ന് ഈ സമയം നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയാം. Tonight, I'm just encouraging people of God that we should give thanks to the Lord, because we were forsaken, we were rejected and dejected people, but God had mercy on us. കാരണം ദൈവത്തിന് നമ്മളെ തെരഞ്ഞെടുക്കുവാൻ പ്രസാദം തോന്നിയതോർത്ത് നമ്മൾ ദൈവത്തിന് നന്ദി. It's because God showed mercy towards us, and that's the reason He chose us. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പ്രാപ്തിയല്ല, എല്ലാം ദൈവത്തിന്റെ കൃപയാണ്. It is not your ability, it's not your might or strength, it's only the grace of God. The unmerited gift of God. Yes, the unmerited gift of God. ദൈവത്തിന്റെ കൃപ നമ്മളുടെ ശക്തിയായി വ്യാപരിക്കുന്നു എന്ന് ഇന്ന് ഈ സമയം നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവന്റെ വിളിയാലുള്ള ആശ എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. So if you understand the grace of God becomes the power of God in your life, then you will understand the purpose of your calling. രണ്ടാമത് എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ അവകാശത്തെ കുറിച്ചുള്ള മഹിമാതരമാണ്. And then the second thing Paul is actually want the church to understand is actually the glorious inheritance, riches of his glorious inheritance in the saints. ദൈവത്തിന്റെ അവകാശികൾക്കുള്ള മഹിമാധനം എന്താണ് എന്ന് പൗലോസ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. Paul wanted to tell us actually about what is this glorious inheritance that is due for the children of God. നമുക്കൊരു മഹാധനം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. God has stored great riches for us. ആ ധനം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട പുസ്തകമായി ഇന്ന് നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുക. And that riches is open to us in His word. ഇതിലും വലിയൊരു ധനം നമുക്ക് മുമ്പിൽ വെക്കുവാനില്ല. There's no other greater riches than that. ഇതിനേക്കാളും വലിയ ധനവുമായിട്ട് ആരെങ്കിലും വന്നാൽ പറയണം, അതെന്റെ ധനം, ഇതാണ് ധനം. If anyone else coming and telling you that, hey, I've got more glorious and great stuff, riches here, you should tell them, no, none of those things are of lasting or great value. This is the greatest rich. ആ ധനം എന്താണെന്ന് അപ്പോസ്തലൻ പൗലോസ് തന്നെ കൊലോസ്യ ലേഖനത്തിലൂടെ പറയുകയും. Now Paul actually, when he writes to the Colossians, he actually speaks about what this riches is. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. Colossians chapter 1 and verse number 27, as we read, അവരോട് ജാതികളിൽ കർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. To them God chose to make known how great among the Gentiles are the riches of His glory of this mystery, which is, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ എന്നുള്ളത്. So that mystery is Christ in you, the hope of glory. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരുന്നു? I don't know how many of you are rejoicing in your heart tonight as you hear the word. ഇന്ന് നമുക്കൊരു $10,000 നമ്മുടെ കയ്യിലോട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം വരും. Somebody say, you know, you're going to get $10,000 in your hand. We get. അല്ലെങ്കിൽ എനിക്ക് പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം വരും. You are happy when you say, when you hear that you're going to get a new house. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കർത്താവ് എന്ന ധനം നമുക്ക് അടുത്ത് കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയും. So even though you don't have any of these things, you may not have all these things, but
The greatest gift is actually the richest is Christ in you. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു മുഖാന്തരം ലാഭമാണെല്ലാം ഛേദമെന്നും. Paul says, I count everything as a loss. All my gains I count it as a loss. ചപ്പൊന്നും ചവറെന്നും എണ്ണും. I count them as rubbish. എന്ന് പറഞ്ഞാൽ പൗലോസിന് ബുദ്ധിയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ മിടുക്കില്ലാഞ്ഞിട്ടോ അല്ല, പൗലോസ് തനിക്ക് ഉണ്ടായിരുന്ന ധനങ്ങളെല്ലാം ക്രിസ്തുവിന് വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്തു എന്ന ധനത്തെ താൻ കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലുള്ള കഷ്ടങ്ങളൊന്നും ഇല്ല, സാരമില്ല. It's not because Paul did not have money, or Paul did not have any intellect or knowledge or degrees or education. He had all those things, but when he saw Christ, he was able to look at all that he had as rubbish and of no value. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധിയോ ജീവിതത്തിൽ വരുന്ന വേദനയോ കഷ്ടതകളെ കാണുമ്പോൾ പേടിക്കുന്നവനല്ല ദൈവത്തിന്റെ ശിഷ്യൻ എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. മറിച്ച് അവനിൽ ആശ വെക്കുന്ന, അവനിൽ പ്രത്യാശ വെക്കുന്ന ഈ ധനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിലുള്ള ദൈവത്തിന്റെ വൈദ്യുത യഥാർത്ഥമായി ദൈവത്തിന്റെ ഫലം വിളിക്കപ്പെടുവാൻ യോഗ്യത. A true child of God is not somebody who gets so frightened when you encounter difficulties in life, but when you encounter challenges and difficulties in life, a true child of God will continue to confess the fact that God is my true treasure, true riches. ഒരിക്കലൊരു ഭക്തനോട്, നാട്ടിൽ കേരളത്തിലൊരു ഭക്തനോട് ചോദിച്ചു, ദേവദാസനെ ഇത്രയും വർഷമായിട്ട് ദൈവത്തെ സേവിക്കുകയോ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് വേണ്ട, എന്നിട്ട് അവസാന സമയം വന്നപ്പോൾ ശരീരം മൊത്തം പൊട്ടി അളിഞ്ഞ് ഇങ്ങനെ വൃണമൊക്കെ ആയിപ്പോയി, സ്വന്തം ഭാര്യ തന്നെ ഇട്ടേച്ചു പോയല്ലോ, എന്തിനാ ദൈവത്തെ ഇങ്ങനെ സേവിച്ചത്, ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൂടായോ? And an incident that took place in Kerala is one of the servants of God and who had a source, ulcers all over his body, and his wife kind of abandoned him. And people asked, having served the Lord all these years, why in this late evening in your life that you are experiencing this abandonment from the Lord also? അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെ, എന്റെ പൊന്നുപോലെ അക്കരയ്ക്ക് പോകാൻ ഒരു വള്ളം വേണം, അത് കുത്തുവെള്ളമാണോ വെറുമ്പുവെള്ളമാണോ ചുണ്ടൻ വെള്ളമാണോ എന്നുള്ള വിഷയത്തിൽപ്പെട്ട കാര്യമല്ല, എനിക്ക് അക്കരെ പോകാനുള്ള വള്ളം വന്നു, ഞാൻ പോവാ. And the man said that, in Malayalam, he was basically telling, my vehicle has come, the boat has come, doesn't matter, it's a small boat, big boat, mechanized boat, just a wooden boat, doesn't matter. All I need is a vehicle to go, that's all, I'm ready, it doesn't matter, vehicle doesn't matter, but I'm going. Romans chapter 8 verse 17, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ നിന്ന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. Romans chapter 8 verse 17 we read, and if children then heirs of God and fellow heirs with Christ, provided we suffer with him in order that we may be also glorified with him. നമുക്കിപ്പോ കഷ്ടത അനുഭവിക്കാൻ കഴിയും. We are not willing to experience difficulties. We don't want to experience pain. It is usually often it is the believers, if they come across somebody who is suffering, they always wanted to come with a solution or an answer. They say, oh, you must have done something really bad, that's the reason he is suffering. But the Bible tells us many are the afflictions of the righteous, but the Lord will deliver him from all those. If anyone try to say that there will be no trouble, no situation, no persecution, none of those things for a believer, then do not say amen to that kind of a teaching or a message. Because the afflictions, the troubles of the righteous are many. It's already there. But the most important and the interesting things in the word is actually, but the Lord shall deliver him from all those troubles. ഞാൻ ഇത്രയൊക്കെ ദൈവത്തിനോട് നേരോടെ നിന്നിട്ട് എന്റെ ജീവിതത്തിന് പ്രതിസന്ധി വരുമ്പോ കൂട്ടത്തിൽ നിൽക്കുന്നവരും വെളിയിൽ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭാഷ കേൾക്കുമ്പോ അത് സങ്കടമാണ് എന്നൊക്കെ ആരെങ്കിലും ഹൃദയത്തിൽ തോന്നുകയാണെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെ
നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. താത്തോളം നമ്മുടെ ഭാരങ്ങൾ ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കണ്ടാലില്ല ലോകാവസാനത്തോടെ എല്ലാ നാളുകളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ ഉറക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുവാൻ ആര് തയ്യാറായാലോ, തേജസ്കരിക്കപ്പെടുന്നവനോട് കൂടെ കഷ്ടം അനുഭവിക്കാൻ നാം തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട്, ഈ ധനം എന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ലോകത്തിൽ വരുന്ന കഷ്ടങ്ങളെ ഒന്നും വലിയ സാരമില്ലെന്ന്, എന്നാൽ എനിക്ക് വലിയ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കഷ്ടങ്ങളിൽ ഞാൻ അവനോട് കൂടെ നിൽക്കണമെന്ന് പറയാൻ സങ്കോചമുള്ള വിശ്വാസികൾക്കായി ഞാൻ രാത്രി ദൈവത്തിന് സ്തോത്രം പറയും. Amen. I thank God for the believers who will not just give into silliness, that people cannot talk to us and people make us sad, and you are given to sadness. They saying that why did they say things about me or did this to me? But you are to just suffer with the Lord, because you're going to be glorified. So believe in the fact that God will never abandon you. God said, I'll be with you till the very end. You know, he has promised to be with us regardless of our situation. So Paul is actually saying that you should understand the riches of his glorious inheritance in the saints. Then the third thing, Paul is praying that you would understand the immeasurable greatness of his power towards us who believe. So which is this power? What is this power? And tonight I want to talk about one power. I want to talk to you a little bit about the power of faith. Luke chapter 8 verses 43 through 45. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതൽ എല്ലാ വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവരുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിൽ തൊങ്ങലിൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം തന്നെ തെറ്റിദ്ധരിക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. And there was a woman who had a discharge of blood for 12 years, and though she had spent all her living on physicians, she could not be healed by anyone. She came up behind him and touched the fringe of his garment, and immediately her discharge of blood ceased. And Jesus said, "Who was it that touched me?" 46-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, യേശുവോ ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. Verse number 46 says, but Jesus said, someone touched me, for I perceive that a power has gone out from me. 48-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക. Verse 48 says, and he said to her, daughter, your faith has made you well, go in peace. Hallelujah. ഇവിടെ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് വന്ന് തൊടുമ്പോൾ അവളിലേക്ക് വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് അവൾ തിരിച്ചറിയാൻ തുടങ്ങി. Now here the woman who had the issue of blood, now realizing the power that started moving into transferring into her when she touched Jesus. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തി. Please understand, this is the power that will be moving in those people who believe. ഇത് കേൾക്കുന്നത് കൊണ്ട് വ്യാപരിക്കണമെന്നില്ല. വിശ്വാസം കൊണ്ട് സംഭവിച്ചെങ്കിൽ മാത്രമേ ഈ ശക്തി വ്യാപരിക്കൂ. And this power will not be moving just because you hear it, but when what you hear transforms into belief. Only at that point you would see power. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്തിനാലും വരുന്നു വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. Bible tells us faith comes by hearing, and hearing the word of God. അപ്പോൾ വചനം കേൾവി വിശ്വാസം. So the word, hearing, faith. വചനം കേൾവിയിലേക്ക് എത്തുന്നു. So word comes to hearing. ആ കേൾവി വിശ്വാസമായി പരിണമിക്കും. And that what you heard, becomes the power. So the word that you hear, if you want to see that becoming faith, then it has to be through faith. ഞാൻ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞ വിശ്വാസം സംഭവിക്കണമെന്നോ, അതിന് വിശ്വാസം സംഭവിച്ചില്ലെങ്കിൽ പ്രസംഗത്തിനകത്ത് ആ പോയിന്റ് അത്ര ശരിയായില്ലെന്നോ ഒക്കെ പറയാൻ കൊള്ളാമെന്നുള്ളതല്ലാതെ ഈ ശക്തി ജീവിതത്തിൽ ധരിക്കുന്നത് കാണാൻ കഴിയുന്നു.
You could hear somebody preaching, pastor preaching, and you can say, "Oh, it was not a good sermon. I didn't like it." No, but the thing is that if you don't receive it, then you will never experience the power. The word will never become powerful in your life. പ്രിയരെ, ഇന്നലകളിൽ ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപിക്കാൻ ഇടയായിട്ട് നമ്മുടെ വിശ്വാസമാണെന്നുള്ള തിരിച്ചറിവ് ഇത് രാത്രികാലം നമ്മൾ വ്യാപിച്ചാൽ ആ കരകളൊന്ന് ഉയർത്തിയോ കരകളൊന്ന് അടിച്ചോ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് പറയാൻ സാധിക്കണം. എന്റെ ദൈവമേ, ഇന്നലകളിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് വചനം കേൾവിയാൽ എന്റെ ചെവിയിലെത്തിയതുകൊണ്ട് ആ കേൾവി എന്റെ വിശ്വാസമായി പരിണമിച്ചതുകൊണ്ട് എന്റെ ജീവിതത്തെ അത്ഭുതമാക്കിയ ദൈവത്തിന് നന്ദി എന്ന് പറയാൻ ഒരു നാവെങ്കിലും തുറന്ന് ആമേൻ പറയാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചെങ്കിൽ രാത്രികാലം ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയണം, എന്റെ ദൈവമേ അങ്ങനെ നടത്തിയതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. In your yesterdays, in the past, where you heard the word of God, and that since you have believed it, it has become power of God in your life, bringing deliverance and blessing in your life. You have experienced that power of God through believing God's word. And tonight I'm encouraging you to open your mouth and begin to pray. When you really look at this woman, according to the Mosaic law, she is unclean. She's actually become a liability to the society. She has become a liability to her family. Physically, she is just drawn. She is drowned. She's been so weak. Emotionally, she is down. And financially speaking, she has spent all her money for treatment. You know what she had? She had faith. ഈ പറയുന്ന ലിസ്റ്റിനകത്ത് നമ്മൾ പറയുന്ന പലതും അവർക്കില്ല, പക്ഷെ അവർക്ക് ഒന്നുണ്ട്, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. She did not have many things that we speak about, but she had one thing left with her, that is she had faith. നമ്മൾ സമൂഹത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരാണെങ്കിൽ, when we are up in the front in society, നമ്മൾ കുടുംബത്തിൽ ഭയങ്കര വാഴ്ത്തപ്പെട്ടവരാണെങ്കിൽ, we are considered some great people in your family. Let's say physically that you're strong. Let's say emotionally that you're also strong. Let's say you have plenty of money. So in spite of all these things you possess, the money, riches, education, everything, but if you don't have belief in your heart, then you should recognize that the reason is not the enemy, is not Satan, it is your own mind that is not willing to accept. So not tell the Lord tonight, let's tell the Lord, I am willing to believe you more and more than that I believed yesterday. Hallelujah. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ തിരുവല്ല ചർച്ചില് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കാലിന്റെ ഈ പത്നിയുടെ താഴെ ഒരു വലിയ മഴയുണ്ടായിരുന്നു. Back in our church in Tiruvalla, we were having a prayer meeting, and then at the sole of my one of my foot, there was some kind of a swelling, yeah. ഒരു നല്ല തടിപ്പായിരുന്നു. കുറച്ചേറെ നാളായിട്ട്, ഏകദേശം എനിക്ക് ഒരു വർഷത്തോളം ഞാൻ ആ വേദന ചെന്നുകൊണ്ടാണ്. So for a period of almost a year, I was actually carrying that pain. എനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്നു. I couldn't actually rest my feet. ഞങ്ങളുടെ ചർച്ചിന്റെ സെൽ മീറ്റിംഗിനകത്താണ് ഞാൻ ഒരു പ്രാർത്ഥനയിൽ പോയി പങ്കെടുത്തുകൊണ്ടിരുന്നത്. So this is one of the cell meetings I was attending in our church. I told the Lord, I can put my foot down and walk. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇന്ന് ആരാധിച്ച് കഴിയുമ്പോൾ, ഈ മീറ്റിംഗിനകത്ത് ഞാൻ പരിസരം നോക്കാതെ ഞാൻ ആരാധിക്കും. ആരാധിച്ച് കഴിയുമ്പോൾ എന്റെ കാലിനടിയിലുള്ള ആ മുഴ അവിടെ കാണാൻ പാടില്ല. So I told the Lord, I'm just going to worship you. I'm not going to care about what people are going to say. I'm just going to forget about myself and worship you. By the time I'm finished worshiping you, just make sure that disappears. Because through this worship, I want to touch you, God. That day I just opened my heart and I worship God
forgetting about all my surroundings. സൗഖ്യമാകണമെന്നുള്ള ആഗ്രഹത്തോടല്ല ഞാൻ ആരാധിച്ചത്. ഞാൻ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കണ്ണുകൾ നിറയാൻ. So not that with the intention that I should get healed, that's not the reason for my worship. When I began to worship God, my eyes started tearing, my heart was just soft before ഞാൻ ആരാധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിലും അങ്ങ് ആരാധനയ്ക്ക് യോഗ്യത. So when I was worshiping, I told the Lord, even if you don't heal me, God, I know I'm worshiping you because you are worthy to receive my worship. ആരാധിക്കുന്നത് എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവം ഉള്ളതുകൊണ്ടല്ല. Now I'm not worshiping you because there's a God who has healed me. എനിക്ക് നന്മ നൽകി തന്നൊരു ദൈവം ഉള്ളതുകൊണ്ടല്ല. Not because he gave me some material blessing. ദൈവം ഉള്ളതുകൊണ്ടല്ല. Not because he gave me health. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായിരുന്നു. Because you are worthy to receive worship. സ്തുതികൾക്ക് യോഗ്യനായിരുന്നു. You are worthy to receive exaltation. ഇത് പലപ്പോഴും നമ്മുടെ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻസ് ആണ്. ഇങ്ങനെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇങ്ങനെ അനുഗ്രഹിക്കും. A lot of times in our worship we lay down so many conditions. Lord, if you will do this, then I will do this for you. പ്രിയരെ, ആരാഗ്രഹത്തിന്റെ അവസ്ഥയോട് നമ്മൾ കടന്നു പോയാലും ആരാധിക്കാൻ കഴിയുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് നമ്മളാണ്. You know, even when you go through an experience of imprisonment, limitations, if there's one group of people that can worship is us, the believers. നമ്മളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഈ ശക്തി വ്യാപരിപ്പിക്കുന്നത്, മറിച്ച് ഈ ധനം എന്റെ ഉള്ളിൽ കിടക്കുന്നത് പോലെ. So it's not because of your situation that makes you worship. It's only because of the treasure that is inside of your heart that makes you want to worship ഈ God. ധനം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടുവാൻ എന്റെ ദൈവത്തിന്റെ ശക്തി എന്റെ കൂടെ ചലിക്കും. So this riches is in my heart, the power of God to deliver me. God will move along with me. അന്ന് ആ സമയം ഞാൻ ആരാധിച്ചു കഴിഞ്ഞ് ഞാൻ എല്ലാം മറന്നുപോയി. ഞാൻ തുടർന്ന പ്രസംഗമെല്ലാം കേട്ടു. So I forgot about everything that I heard the message that day. എന്റെ കാലിന്റെ അടിയിലുള്ള മുഴയെക്കുറിച്ച് തന്നെ ഞാൻ മറന്നുപോയി. I forgot about the point where I had pain in my leg. ദൈവ സാന്നിധ്യം വന്ന് പറയുക അനുഭവിച്ചറിയാനായിട്ട്. Because I experienced such a power and the presence of God that day. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ കാലിന് എന്തൊരു വ്യത്യാസമുണ്ട്. ഒന്നും അനുഭവിക്കാൻ കഴിയും. Because only when I went home, I realized that I'm not feeling anything. So when I actually examined my foot, I realized, or the sole of my foot, I realized that hard part is gone. You remember I told in the church that when I was 7 years of age, I had severe stammering. In my little prayer, God healed me in my prayer. So this is a God who will lead us in miracles. This is a power that is moving. It can shake and move the foundations of heaven. And it's a power that will come as a fourth person into your fire. And that power can come as an anointing upon him, and it can even come upon the stone that brought down the Goliath the giant. This power will make the lame to walk. It's a power that makes the dead to rise. But this is a power that moves among the believers. And yes, this power will move. Whether people say or not say, this power will be moving. And this power is not limited to a preacher or somebody, one believer. Because this is the power of resurrection. This is the power that residing in me, that has raised Jesus Christ from the dead. So tonight we should understand the power that is within us is what is moving for those who believe. Hallelujah. Amen. Hallelujah. Tonight by faith let us touch our Lord.
Are you having sickness tonight? നിങ്ങൾക്ക് ശാരീരികമായ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാണോ? Are you having some kind of a physical difficulties? മാനസികമായ തളർച്ചകളാണ് നിങ്ങൾ കടന്നു Are you going through emotional downturn? സാമ്പത്തികമായ എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നേരിടുന്നു? Are you going through financial hardships? കുടുംബപരമായി നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയാത്ത ഏതെങ്കിലും വേദനയോ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു Are you പോകുന്നു? going through a difficult situation in your family that you cannot openly share with anybody? ബിസിനസ്സിനകത്തോ ജോലിക്കകത്തോ നിങ്ങളുടെ ഭാവിയിലേക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? Are you facing any difficulties in your business or work or in your future? പഠനപരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധി നിങ്ങളുടെ മനസ്സിനകത്തുണ്ടോ? Are you having trouble with your education? നിങ്ങൾക്ക് ദൈവത്തോട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Do you have questions, a lot of questions to God? എന്തെങ്കിലുമൊക്കെ പിരിമുറുക്കങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, യേശുവിൽ വിശ്വസിച്ച് അവൻ വ്യാപരിക്കുന്ന ശക്തിയിൽ ഒന്ന് വിശ്വസിച്ച് ഈ മഹിമാദാനം എന്റെ ഉള്ളിലുണ്ടെന്നും അവന്റെ വിളിയാനുള്ള ആശ എന്തെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ബുധനാഴ്ച ഈ സമയത്ത് നിങ്ങളൊന്ന് തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് അറിയിക്കുവാൻ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് എഴുന്നള്ളി വരുന്ന ദൈവ സാന്നിധ്യത്തിൽ കഴിയുമെന്ന് ഞാൻ ആത്മാവിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചു. Tonight let me declare to you powerfully and declare to you the truth that if you are going through any of these tight situations in your tightness in your personal life, that you are struggling with, just I want you to understand the power that is inside of you. The power is a moving power. It's a working power. You can do great mighty things just believing in the Lord and believe that the Lord has put that treasure inside of your heart. So let's pray tonight, Lord, give me spirit of wisdom and spirit of revelation. അങ്ങയുടെ ആത്മാവിൽ ആശ്രയിച്ച് നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. Lord, teach me not to trust in myself or my abilities, but to trust in you, Lord Jesus. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി അങ്ങ് പ്രകാശിപ്പിക്കണമേ. Lord, enlighten my heart, Lord. അങ്ങയുടെ വിളിയാനുള്ള ആശയിൽ ഉറച്ചു നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. Lord, teach me so that I can be established, Lord, in my calling. അങ്ങയുടെ വിശ്വാസത്തിന്റെ ആ മഹിമാദനം അവകാശത്തിന്റെ മഹിമാദനം എന്തെന്നൊന്ന് തിരിച്ചറിയുവാൻ അങ്ങനെ കണ്ണുകളെ തുറക്കുക. Lord, open my eyes that I may see the riches of your glory. അങ്ങയുടെ വ്യാപരിക്കുന്ന ശക്തി വിശ്വാസത്തിന്റെ മേഖലകളിൽ പ്രവർത്തിച്ചു വരുവാൻ അങ്ങനെ പഠിപ്പിക്കണം. Lord, teach me so that your power, Lord, will move in the direction of faith in my life. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് പ്രാർത്ഥിച്ചതുപോലെ അറിയിച്ചതുപോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. As Paul prayed for the church in Ephesus, let us also pray to the Lord tonight. Shall we close our eyes for a moment of prayer? Lord, we come to your presence tonight. Lord, I just commit each one who heard the word today in your hand. Thank you, Father, that you were able to hear the word of God tonight. Thank you, Father, that you opened the power of God that will be available for those who believe. Lord, thank you for giving us the word of the spirit of wisdom and revelation in our heart. Lord, we are also praying, Lord, that our inner eye may be enlightened, oh God. Lord, open the inner eye that we would understand the hope of your calling. Lord, open the eyes, Lord Jesus, that we would understand that the riches is actually Christ inside of us. Lord, open the eyes that we would see, Lord, the power that is immeasurable power that becomes available for those who believe. Lord, if there's anybody here listening tonight, Lord, attending this prayer, oh God, I'm asking God that you would
touch them tonight. ദൈവത്തിന്റെ ശക്തി ഏത് പ്രായത്തിലാണെങ്കിലും ഒരുപോലെ വ്യാപരിക്കുന്ന ശക്തിയായതുകൊണ്ട് ആ ശക്തിയുടെ വ്യാപരിക്കുന്ന ശക്തി എനർജിയോ ഡുനാമിസ് അവരുടെ ജീവിതത്തിൽ അത് പരിണമിച്ച് അത് അത്ഭുതമായി മാറുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഒരു ദാസന്റെ അധികാരത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. Lord, I pray in the authority that you've given me, Lord Jesus, I pray for your people here, oh God, that the power of God would move into the life of this people, oh God, and do that great work in their lives. ദൈവം ചെയ്തതിനായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Thank you, Father, for doing that for us, and in Jesus' precious name we pray. ആമേൻ ആമേൻ ആമേൻ. Thank you. God bless you. ദൈവം എല്ലാവരെയും താഴ്മയായിട്ട്. Amen, amen.